അമ്പു അച്ഛൻ വരാറായി. ഇത്തി പോയി പാല് വാങ്ങിച്ചോണ്ടോടാ. അമ്മ ചിച്ചിനോട് പോയി പറയണേ, ഞാൻ ഇവിടെ പ്രോജക്റ്റ് അടിക്കണേ. നീ ഇത്തി പോയിട്ട് വന്നാണ് അങ്ങോട്ട്. അമ്മ ഇത് മാറി ഇറങ്ങി പോയാണ്. ഇവിടെ 100 വട്ടം പണിയുണ്ട്. ഒരു കാര്യം ചെയ്യാൻ സമയം 24 മണിക്കൂറും കട 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 കട. അമ്മ എവിടെ? അമ്മതോ അടുക്കളയില്. പാറു ഡീ പാറു, ആ ഇവിടെ ഇരിക്കണ. മക്കള് ചായ ഇട്ടില്ലേ? ഇപ്പൊ ഇടാ. എന്ത് കണ്ണ് നിറഞ്ഞിരിക്കണ? ഇല്ല ഒന്നുമില്ല. പിന്നെന്ത് കണ്ണ് കലങ്ങിയിരിക്കണ? ഒന്നുമില്ല. അമ്പൂനാണെങ്കി ഇപ്പൊ തൊട്ടേന് പിടിച്ചതിന് ദേഷ്യമാണ്. അവന്റെ പ്രായം ഇതല്ലേടി. ഈ പ്രായത്തിലെ പിള്ളേർക്ക് പഠിത്തവും അതിന് ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും. മക്കളത് വിട്, നീ ചായ ഇട്, ഞാൻ ഇപ്പൊ വരാം കേട്ടാ. ആ മക്കൾ ഉറങ്ങിയില്ലായിരുന്നാ? ഇല്ല അച്ഛാ. അമ്മ എവിടെ? അമ്മ ഉറങ്ങി മക്കളെ. മക്കളിന്ന് അമ്മയോട് ദേഷ്യപ്പെട്ടു. എഴുതിക്കൊണ്ടിരുന്നപ്പോ അമ്മ വന്നപ്പം. ഇല്ല അത് കുഴപ്പമില്ല, പക്ഷെ അമ്മ ഒരുപാട് വിഷമിച്ച് കരഞ്ഞാണ് കിടന്ന് ഉറങ്ങിയത്. അച്ഛാ ഞാൻ സ്കൂളിൽ കൊടുക്കാനുള്ള പ്രോജക്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വന്നത്. അപ്പോഴേ അത് കുഴപ്പമില്ല മക്കളെ. നീ എഴുതിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അമ്മ വന്നപ്പോൾ നിനക്ക് ദേഷ്യം വന്ന്. ശരി കുഴപ്പമില്ല. പക്ഷെ മക്കളൊരു കാര്യം മനസ്സിലാക്കുക എന്തെന്നറിയോ? രാവിലെ അമ്മ എണീറ്റ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, പിന്നെ ഞങ്ങളെ തുണി അനക്കുന്നത്, ഈ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കാനായിട്ട് അമ്മ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം വാങ്ങാനോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൾക്കൊരു സന്തോഷമല്ലേ? അച്ഛനമ്മയുടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. മക്കളുമാര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരമ്മമാർക്കും സഹിക്കില്ല. അതുകൊണ്ട് മക്കൾ ഇനി അമ്മയോട് ദേഷ്യപ്പെടരുത് കേട്ടാ.